ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന ഞങ്ങളെല്ലാം ഒരുമിച്ച് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ആരെയും നമുക്ക് അറിയത്തുകൂടിയില്ല. ഏകദേശം 4 മണി ടൈമിലാണ് ഞങ്ങൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അവിടെ ആദ്യം അവർ കയറ്റിവിടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് കയറി. മുകളിലോട്ട് പോകുമ്പോൾ നല്ല അടിപൊളി മഴയും നല്ല അടിപൊളി ക്ലൈമറ്റും മഞ്ഞും എല്ലാം അടിപൊളിയായിട്ട് കൂടി വന്നു. ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയും തുടങ്ങി. ആദ്യമൊക്കെ കുറച്ചുപേർ ഇറങ്ങാൻ മടിച്ചെങ്കിൽ ലാസ്റ്റ് പിന്നെ എല്ലാവരും നമ്മൾ ഇറങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഈ ഒരു ട്രിപ്പ് ഇത്രയും കളറാവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഒരുപാട് നാൾ പൊന്മുടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണ്. പെട്ടെന്നാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. ഒരു ബസ്സിൽ വന്ന ഒരു കൂട്ടം കുട്ടികളെല്ലാവരും കൂടി ഇവിടെ ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളെങ്ങനെ വെറുതെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും ചെറുതായിട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങി. കൂടെ വന്നിട്ട് തന്നെ ഒരുപാട് പേരും മഴയായതുകൊണ്ട് ഇറങ്ങാൻ മടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ മാറി നിന്നവരെല്ലാം കൺട്രോൾ വിട്ട് അവരും ഇറങ്ങി ഡാൻസ് തുടങ്ങി. നല്ല അടിപൊളി മഴയും നല്ല മഞ്ഞുമാണ്, അടിപൊളി ക്ലൈമറ്റും. പിന്നെ സത്യം പറഞ്ഞാൽ അവിടെ കണ്ടിരുന്നവർക്ക് ആർക്കും ഒന്നും സഹിക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും കൂടെ നമ്മളെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് നല്ല അടിപൊളി ഇവിടെ ഒരു ഉത്സവപ്പുറം മാതിരിയായി. എല്ലാവരും കൂട്ട ഡാൻസ് കളിയായി. ആദ്യമൊക്കെ നമ്മൾ ആ ബസ്സിൻ്റെ മുന്നിൽ പോയി ഡാൻസ് കളിക്കാൻ മടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും എല്ലാം കൂടി നമ്മളെ കൂടെ ജോയിൻ ആയി. ഇപ്പോൾ ഉള്ള ആ ഒരു മൂടെന്ന് വെച്ചാൽ നമ്മളൊരു DJ പാർട്ടിക്ക് പോയിട്ട് അല്ലെങ്കിൽ ഉത്സവത്തിന് ഒരു ഗാനമേളയിലേക്ക് നടക്കുമ്പോൾ ഒരു വൈബിലും ആ ഒരു വൈബിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവമെല്ലാം നമ്മൾ മാത്രമല്ല എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും പേരെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയാലും നമുക്കും അവരെക്കാട് കൂടുതൽ സന്തോഷം നമുക്കും ഉണ്ട്. ഈ ഒരു ട്രിപ്പ് ഇത്രയും അടിപൊളിയാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ പോകുന്നതോറും നല്ല മഴയും നല്ല രീതിയിൽ കൂടി വന്നു. നേരം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ ബസ്സിൽ വന്ന ടീമെല്ലാം നമ്മളോട് ടാറ്റയും പറഞ്ഞിട്ട് യാത്രയായി. ഇപ്പം സമയം ഏകദേശം 6:30 മണി കഴിഞ്ഞു. മഴ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി. മഞ്ഞ് ഏകദേശം കൂടി വരുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും നല്ല രീതിയിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് KSRTC ബസ് സർവീസ് ഇവിടെ നിന്ന് ഇപ്പോഴും ഈ ഒരു ടൈമിൽ ഉണ്ടെന്നുള്ളതാണ്. ഇനി എന്തായാലും അടുത്ത പൊന്മുടി വരുന്നെങ്കിൽ ഈ ആനവണ്ടി കയറി തന്നെ എല്ലാവരും കൂടി വന്നാലോ ആലോചിക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തണുത്ത് കുറച്ച് നമ്മളും മല ഇറങ്ങാൻ പോവുകയാണ്. പൊന്മുടി വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വണ്ടി എടുത്ത് പൊന്മുടി വിട്ട് ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റാണ്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ പിന്നെ ഒന്നും നോക്കണം, നേരെ നിങ്ങളെ ഗ്യാങ്ങിനെ കൂട്ടി നേരെ വിട്ട് പൊന്മുടി.